കഴിഞ്ഞ ദിവസം പാലക്കാട് നിപ്പ സ്ഥിരീകരിച്ച യുവതിയുടെ ബന്ധുവിനെയും രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 10 വയസ്സുള്ള കുട്ടിക്കാണ് പനി ബാധിച്ചത്. മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് കുട്ടിയെ നിലവിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത്. കുട്ടിയുടെ സാമ്പിൾ കോഴിക്കോട്, പൂനെ വൈറോളജി ലാബുകളിൽ പരിശോധന നടത്തും. രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്നലെ യുവതിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പുറത്തുവിട്ടിരുന്നു. രോഗലക്ഷണം കണ്ടതിനു ശേഷം യുവതി പൊതുഗതാഗതം ഉപയോഗിച്ചിട്ടില്ല. ഇക്കഴിഞ്ഞ ജൂൺ 25-ാം തീയതിയായിരുന്നു നിപ്പ രോഗലക്ഷണങ്ങളെ തുടർന്ന് 38-കാരിയെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സ്ഥിതി മോശമായതോടെ യുവതിയെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് യുവതിയുടെ സ്രവം നിപ്പ പരിശോധനയ്ക്ക് അയച്ചു. പ്രാഥമിക പരിശോധനയിൽ യുവതിക്ക് നിപ്പ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ യുവതിയുമായി അടുത്ത സമ്പർക്കം പുലർത്തിയവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുകയായിരുന്നു. നിപ്പ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പാലക്കാട് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകളിലും കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 വാർഡുകളിലുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ മേഖലകളിലെ കടകൾ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. വ്യാപാര സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടക്കം തുറന്നു പ്രവർത്തിക്കുന്നതിൽ നിയന്ത്രണങ്ങളുണ്ട്. പ്രദേശത്ത് മാസ്കും നിർബന്ധമാക്കിയിട്ടുണ്ട്. അതേസമയം മലപ്പുറത്തെ 18-കാരിയുടെ മരണവും നിപ്പ ബാധിച്ചാണെന്ന് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. മങ്കട സ്വദേശിനിയായ പെൺകുട്ടിയുടെ മരണമാണ് നിപ്പ മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. പ്രാഥമിക പരിശോധനയിൽ പെൺകുട്ടിക്ക് നിപ്പ സ്ഥിരീകരിച്ചിരുന്നു. തുടർന്നാണ് പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനാ ഫലവും പോസിറ്റീവായത്.